വേൾഡ് പൊളിറ്റിക്സിൽ ട്രംപിൻ്റെ ഒരു ഹെഗിമണി നടക്കുന്നത്. ട്രംപ് എന്താണ് അമേരിക്ക ഇപ്പോഴും വീണ്ടും ഒരു അൺഡിസ്പ്യൂട്ടഡ് പവർ സെൻ്ററായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക ഒരു 20 പോയിൻറ്റ് പ്രോഗ്രാം പറയുകയും പാകിസ്ഥാൻ ആർമീനോട് ഇൻസിസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ആർമി അതിൽ പോകേണ്ടി വരും. അസീം മുനീറും അമേരിക്കനിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേജർ ജനറലാണ് ആർമീൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പം പോകുമായിരിക്കും. പിന്നെ മുസ്ലിം കൺട്രീസ് ഒപ്പോസ് ചെയ്യുന്ന പറഞ്ഞാൽ മുസ്ലിം കൺട്രീസ് ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഗസയിൽ നടന്ന ഈ റിവോൾട്ടിനെ സപ്പോർട്ട് ചെയ്ത ഇറാൻ പോലത്തെ, ടർക്കി പോലത്തെ കൺട്രീസിൻ്റെ പബ്ലിക് അപ്പീൽ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈവൻ സൗദി പോലും വലിയ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മൂവ്മെൻ്റ് അതിലുണ്ടാവുള്ളൂ. സൗദി ഒരിക്കലും ഒരു ഭാഗത്ത് അലൈൻ ചെയ്ത് നിൽക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ട്രംപ് 2ാം ടേം പ്രസിഡന്റായതിനു ശേഷം ആദ്യം പോകുന്നത് സൗദിയിലാണ്. പണ്ടൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് പണ്ടൊക്കെ പോയി യൂറോപ്പിലായിരുന്നു. ഇപ്പോൾ യൂറോപ്പിലല്ല ട്രംപ് ഗോയിങ് ടു സൗദി അറേബ്യ ആയിരുന്നു. പിന്നെയാണ് ബാക്കി കൺട്രീസിലൊക്കെ വന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിപ്ലോമസി ഉള്ള പ്രിൻസ് സൽമാൻ നയിക്കുന്ന സൗദി അറേബ്യയിൽ ഈ ഒരു സാധ്യത, സൗദി അറേബ്യ ഇൻ്റർവീൻ ചെയ്ത് പാകിസ്ഥാനോട് പോകണ്ടെന്ന് പറയാൻ സാധ്യതകളും കുറവാണ്. പാകിസ്ഥാന് അൾട്ടിമേറ്റ്ലി പോകേണ്ടി വരുമായിരിക്കും ഇപ്പോൾ അമേരിക്കൻ പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ. ഇപ്പം തൽക്കാലം ഗ്ലോബൽ ഓർഡറിൽ ഈ മുസ്ലിമിൻ്റെ ചാമ്പ്യൻസ് ഓഫ് മുസ്ലിം കൺട്രീസ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പാകിസ്ഥാൻ തൽക്കാലം മാറി നിൽക്കാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ട്രംപ് ഫുൾ പ്രഷർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാകിസ്ഥാനിന് അങ്ങനെ ഡിസിഷൻ എടുക്കേണ്ടി വരും. പാകിസ്ഥാൻ മുസ്ലിം ലീഡർഷിപ്പിൻ്റെ ഏറ്റവും വലിയ കൺട്രി എന്ന് പറയുന്നത് അവർ ന്യൂക്ലിയറാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് മുസ്ലിം കൺട്രീസ് ന്യൂക്ലിയർ ആയിട്ടുള്ള പാകിസ്ഥാനാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞങ്ങളാണ് ഇതിൻ്റെ ആർമി. അൺഫോർച്ചുനേറ്റ്ലി പാകിസ്ഥാൻ എന്ന ഒരു പരിധിക്കപ്പുറത്ത് അമേരിക്കൻ ഇൻട്രസ്റ്റിനെ ഒപ്പോസ് ചെയ്യാനൊന്നും അവർക്ക് പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രിയാണ്, നമുക്കത് വേണമെങ്കിൽ ഒപ്പോസ് ചെയ്യാം. പക്ഷേ പാകിസ്ഥാനിൽ ഡെമോക്രാറ്റിക് കൺട്രി അല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് അമേരിക്കൻ ഇൻട്രസ്റ്റിൻ്റെ പിന്നാലെ പോകേണ്ടി വന്നേ തീരുള്ളൂ. അമേരിക്ക ഇൻസിസ്റ്റ് ചെയ്താൽ. അമേരിക്ക ഇൻസിസ്റ്റ് ചെയ്യുമെന്നുള്ള $1 മില്യൺ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിലവിൽ അറബ് രാജ്യങ്ങൾ പലതും അമേരിക്കയുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് ഗാസയിൽ സമാധാനം കൊണ്ടുവരാമെന്നുള്ളൊരു തീർച്ചയായും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇപ്പോൾ അമേരിക്ക പണ്ട് ട്രംപിൻ്റെ ഫസ്റ്റ് ഭരണത്തിൻ്റെ കാലത്താണല്ലോ ഈ സൗദി എബ്രഹാം അക്കോർഡ് സൈൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ഹമാസ്. സത്യം പറഞ്ഞാൽ ഹമാസ് എന്നുള്ള ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പരമാവസാനം അവർ ചെയ്തതാണ്. ഒക്ടോബർ 7, 2023 അവർ ഇസ്രായേലിൽ കയറിയില്ലായിരുന്നെങ്കിൽ പാലസ്തീൻ ഇഷ്യൂ അന്നേ ടൈപ്പ് ഔട്ട് ആവുക.